ബ്രേക്ക് ചവിട്ടി നോക്കടാ. ഭാഗ്യം, ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്കിട്ട് കിട്ടിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കുവാണോ? അതെ. ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്, എല്ലായിടത്തും ഇവിടെ വെച്ചേക്ക്. വാ, സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജിൻസിക്ക് വല്ല കാര്യമുണ്ടോ അവനൊക്കെ സാറേ സാറെന്നൊക്കെ വിളിക്കാൻ? പിന്നെ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയം ഉണ്ടായ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ? ആരോടും പറയില്ല, ചോദിച്ചോ. 2 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം? പറ്റിക്കഴിഞ്ഞ നിന്റെ ചേട്ടനാ? എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണാ? എന്താടാ? കരയല്ല ചേട്ടാ ഇങ്ങനെ. ചേട്ടാ സമാധാനിക്ക്. ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടൻ വെച്ച് ചോദിച്ചു. കരയല്ലേ? എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ച് പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? എടാ, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ 6 വിളക്കുണ്ട് വീട്ടില്. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ? കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ നീ സമാധാനപ്പെടാ. പാചകം വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചേ, കവർ വല്ലതും ഉണ്ടെങ്കിൽ അന്നേ. വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. ബാബാ കല്യാണി, ബാബാ കല്യാണി. സ്വാമി ശരണം. അതെ, ശ്രദ്ധയില്ല. ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. പ്രിൻസേ, ഇത് കൊണ്ടുപോയി പുറത്ത് കളഞ്ഞേ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ എപ്പോ നോക്കിയാലും പോവല്ലേ. പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണെടുത്തേക്ക് തന്നെ. എനിക്ക് മനസ്സിലായി. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപി. Come follow me, follow me. Come follow me, follow me, baby. ആരാ? ഞാൻ കൊറിയന്നാ. കണ്ടിട്ട് ആഫ്രിക്കയിൽ നിന്നാണെന്ന് കരുതി. കൊറിയല്ല, കൊറിയർ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർ ഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നേക്കും. സാറിനല്ല, പിന്നെ മാഡത്തിനാ. മേഡമോ? രമണി മാഡത്തിന്. രമണി മേഡമല്ല, മാന ഈ ഞാൻ. അയ്യേ, അതെങ്ങനാ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണീദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ഐശ്വര്യ റായ് സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ. ഒരാള് വന്നിരിക്കുന്നത് എന്നാ ഒപ്പ് വേണ്ട. ഒരൊറ്റ ഒപ്പൊപ്പിയുണ്ടല്ലോ, രമണി ചാച്ചൻ ഞായരി. വാതിലും തുറന്നിട്ടിട്ട് നിന്റെ അച്ഛൻ ഇത് എവിടെ പോയതാടി? ടിവിയുടെ മുമ്പിൽ കാണും. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ പറ്റിയച്ചാ? എല്ലാം പോയി മോളെ. ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവാ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവാ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? ഇല്ലമ്മാവാ, കുറേ നേരം ആയേ ഉള്ളൂ. നീ പോയി ചായ എടുക്ക്. നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവാ. ഇങ്ങനെയുണ്ടോ സീരിയൽ ഭ്രാന്ത്?
ടെങ് ടെങ്. ഹായ്. ദേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഇത് പിടിച്ചേ. ഈ ഏട്ടന് ഇത്തിരി നേരത്തെ വന്നൂടെ? എടി നേരത്തെ വന്നാ ഇത്രയും സാധനങ്ങൾ നിനക്ക് വാങ്ങാൻ പറ്റൂ? ആ ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ വിചാരം. അല്ല, മാളി ചേച്ചി എന്ത് പറഞ്ഞു? നിന്റെ നാവിന്റെ നീളം അല്പം കുറയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇത്രയും നേരം അടയിരിക്കാതെ നിനക്ക് ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നൂടെ? ആ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആദ്യം ഇവളെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയക്കട്ടെ. നടന്നത് തന്നെ. വിമലേച്ചിയുടെ കല്യാണം നടത്തിയ കടം ഇതുവരെ തീർന്നിട്ടില്ല. ഒക്കെ നടക്കൂടി. പിന്നെ ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് വാങ്കുവിളിയല്ല, നിന്റെ പുന്നാര അളിയന്റെ നിലവിളിയാ. സദാസമയം പാർട്ടി പ്രവർത്തനം അല്ലേ? ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ. നിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ കുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? അളിയനിത് എന്ത് പറ്റിയതാ? ആണവക്കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ടറേറ്റ് വളയലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിനൊരർത്ഥം വെച്ചത്. എന്ത്? TK പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഉണ്ട്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ നമുക്കേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ. നാളെ തല്ലുകൊള്ളാൻ നോക്കണം. എന്ത് പറ്റിയളിയാ? ഒന്നുമില്ല അളിയ. ചേട്ടാ, എന്താടാ? പട്ടിയുണ്ടോ? എന്തിനാ? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരടാ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരടാ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല. തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും. തുറന്നു വിടട്ടാ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായി? കൂട്ടിച്ചു പോണേ, പട്ടിയുണ്ട് കേട്ടാ. ശരി. ദൈവമേ, അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടുവെന്തോ. മുഴുപ്രാന്തനാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സുധി. കൊറിയർ ഉണ്ടായിരുന്നു. ആ, ഇവിടുത്തെ LC സെക്രട്ടറി പ്രഭാകരൻ സുധിയുടെ അളിയനല്ലേ? അതെ സർ, അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി. എന്താ സർ ചോദിച്ചേ? ഒന്നുമില്ല. മിനിഞ്ഞാന്ന് 2-3 പേരെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. എന്തിനാ? പിരിവിനാ വന്നത്. പുള്ളിക്ക് പാർട്ടി പിരിവും തല്ലുകൊള്ളലോ മെയിൻ ഹോബി. സുധീന്ദ്രന് രാഷ്ട്രീയമൊന്നുമില്ലേ? അയ്യോ, കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടി നടക്കുന്ന എനിക്കെന്ത് രാഷ്ട്രീയം സാറേ? ഞാനും കൂടെ പണിമുടക്കാൻ നിന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോവും സാറേ. ഏതായാലും സുധീന്ദ്രൻ കഷ്ടപ്പെട്ടൊരു കുടുംബം നോക്കുന്നുണ്ടല്ലോ. അതേതൊരാണിന്റെ കടമയല്ലേ സാർ? ശരി സാർ. ശരി. ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായ. ആരാത്? സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധി ഉണ്ടോ ഇവിടെ? അയ്യോ, സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആണോ? കാണാൻ കൊതിയാവുന്നു അല്ലേ? ആരാടാ അത്? അയ്യോ, മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ദേ സുധി, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ് അല്ലേ? മുൻവശം മുമ്പിലാണെങ്കിലും മുൻവശത്ത് വാതിൽ പുറകുവശത്താ. ആ വഴി വന്നായിരിക്കും. അവന്റെ മുൻവശത്തെ പാല് ഞാൻ പുറകുവശത്താക്കും. ചേട്ടൻ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. എടാ പന പുന്നാര മോനെ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? മുങ്ങി നടന്നതിനെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും പിന്നെ കരുതില്ല. നീ എന്നെ കോപ്പാടാ കരുതിയത്? എടാ എന്നെ നീ കരുത് കേട്ടോ. എടാ ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ അതിന് പലിശ വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. കഷ്ടായി പോയല്ലോ. അപ്പൊ ഇനി എന്നാ ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നൊന്ന് സൈൻ ചെയ്ത് തന്നേര്. അല്ലടാ? അതിന് ഞാൻ മാത്രം സൈൻ ചെയ്ത പോരല്ലോ. ഇവന് ആകപ്പാടെയുള്ള കിടപ്പാടോ അല്ലേ? അത് എഴുതി തരണമെന്ന് പറഞ്ഞാ? എടാ 1-2 അല്ല, 20 ലക്ഷമാ.
2 വർഷമായിട്ട് പലിശയില്ല. അത് ഞാൻ മനഃപൂർവ്വം തരാത്തതല്ല. അറിയാം, തരണോന്ന് നീ വിചാരിച്ചാലും നടക്കത്തില്ല. 12 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ തന്നില്ലേ? എടാ നീ തന്നു, അത് പലിശ. എന്റെ മുതലെവിടെ? വീടിന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ബ്ലാങ്ക് ചെക്കിലും മുദ്രപത്രത്തിലും ഒപ്പിട്ട് തന്നിട്ടാ നീ നിൽക്കുന്നത്. ഇത്രയും ഡോക്യുമെന്റ്സ് കയ്യിലുള്ള സ്ഥിതിക്ക് കുറച്ച് അവധിയും കൂടെ കൊടുത്തൂടെ? എന്റെ മുഖത്തോക്കി ന്യായം പറയുന്നോടാ. എടാ, കിട്ടാനുള്ള പണം ഉണ്ടാക്കിയ തന്തയാണെങ്കിലും കുത്തിന് പിടിച്ച് മേടിക്കുന്നവനാ ഈ ആന്റണി ഐസക്ക്. സുധി, നിനക്കെന്നെ അറിയാവല്ലോ. ഇണങ്ങിയ ഞാൻ പൂച്ചക്കുട്ടിയാ, പിണങ്ങിയ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്. ഞാൻ ആ വെണ്ടർ ബാലകൃഷ്ണപിള്ളയോട് ഒരു വിലയാധാരം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ സകുടുംബം എത്തിച്ചേർന്ന് അതൊന്ന് സൈൻ ചെയ്ത് തന്നേര്. എനിക്ക് ഇച്ചിരി സമയം കൂടി താ. ഞാനത് ആർക്കെങ്കിലും വിറ്റിട്ട് നിങ്ങളുടെ കടം വീട്ടാം. എന്റെ പൊന്നു സുധി, നീ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണല്ലേ. നീ കടം വീട്ടിയ നിനക്ക് മനസ്സമാധാനം, എനിക്കാണെങ്കിൽ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയതിന്റെ സമാധാനം. അപ്പൊ ശരി, നാളെ രാവിലെ കൃത്യം 11 മണി. അടാ, പാവങ്ങളെല്ലാം സഹായിക്കാന്ന് വെച്ചാൽ നമ്മക്കിട്ട് തരിക. ഡാ, നീ വിഷമിക്കണ്ട. ഈ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി?